Hello, welcome to market discussion of the day. Today, Wednesday, February 18, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ്, നമ്മുടെ ഫസ്റ്റ് എവർ പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് മാർച്ച് 2 നടക്കുന്നത്. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് ബിഗിനർ ബേസിസിൽ 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി 8:30 മണിക്കാണ് കോഴ്സ് നടക്കുന്നത്. ഈ ഒരു ബാച്ച് നമ്മൾ ഓഫർ പ്രൈസിൽ 999 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. എൻ്റെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ രാത്രി ഈ ഒരു സമയത്ത് ഈ 7 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി നമുക്കറിയാം ഫണ്ടമെൻ്റൽ ആയിട്ട് ഇറാനും US തമ്മിലുള്ളൊരു മീറ്റിംഗ് ജനീവ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ നമുക്ക് ഇന്നലെയും ഇന്നുമായിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് ആണ് ഈ ഒരു മീറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി അതിൻ്റെ ഇമ്പാക്റ്റ് ഗോൾഡിൽ എങ്ങനെ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഹെവനായിട്ടുള്ള ഗോൾഡിലോട്ടുള്ള ഫ്ലോ കുറഞ്ഞ് കൂടുതൽ ആൾക്കാർ സ്റ്റോക്കിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാരണം അവിടെ ഒരു അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിട്ടാണ് അവിടുത്തെ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ആ ഫിയർ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റി പോവുകയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അത് ഗോൾഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നമ്മൾ എക്കണോമിക് കലണ്ടറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. FOMC മെമ്പർ ബാർ സ്പീക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പുള്ളി സിഗ്നൽഡ് പുള്ളിക്കാരൻ്റെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് ഷുഡ് സ്റ്റേ ഓൺ ഹോൾഡ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ അതും US ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ റഷ്യ-ഉക്രൈൻ അവിടെ വാറിൻ്റെ നെഗോസിയേഷൻസ് നമ്മുടെ ജനീവയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ മീറ്റിങ്ങും ഇന്നും നാളെയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റിനെ ഗോൾഡ് പോസിറ്റീവ് ഇൻ ദ സെൻസ് ആ ഒരു വാർ അവസാനിക്കാൻ പോകുന്ന ഓരോ സിഗ്നൽസാണ് നമുക്ക് അതിനകത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ബേസിക്കലി അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു വാർ അവസാനിക്കാൻ ഉള്ള പോസിബിലിറ്റി കൊണ്ട് തന്നെ ആൾക്കാർ ഗോൾഡ് സെൽ ഓഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി താരിഫിനെ സംബന്ധിച്ചിടത്തോളം US അഡ്മിനിസ്ട്രേഷൻ താരിഫ് സൗത്ത് കൊറിയ അതേപോലത്തുള്ള രാജ്യങ്ങൾക്ക് താരിഫ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻലാൻഡ് ഇഷ്യൂസിൽ നമ്മളുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ വെച്ചിട്ടുള്ള താരിഫൊക്കെ നിലനിന്ന് പോകുന്നുണ്ട്. അത് ഒക്കെയാണ് ഇപ്പോഴും ഗോൾഡിനെ ആ ഒരു പ്രൈസിനകത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. സോ നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്നത്തെ ന്യൂസുകൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ GBPയിൽ. അത് ബേസിക്കലി കൂടുതൽ ആൾക്കാരാണ് നമ്മളുടെ വളരെ കൂടുതൽ ആൾക്കാരാണ് ആക്ച്വലി എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അത് GBPനെ ഭയങ്കര നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ പ്രീവിയസ് 2.7K ആൾക്കാർ മാത്രമാണ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് മേടിച്ചതെങ്കിൽ ഈ വട്ടം 28K 28,000 ആൾക്കാരാണ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് മേടിച്ചത്. അത് വളരെ കൂടുതലൊരു നമ്പറാണ്. ഓക്കെ, സോ അത് കാരണം അതിനുശേഷം ആക്ച്വലി GBP നല്ല രീതിയിൽ താഴോട്ട് പോയതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ ഇന്ന് നമുക്ക് ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുറേ ന്യൂസുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊന്നുമല്ല. കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ, അതേപോലെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ, ബിൽഡിംഗ് പെർമിറ്റ്സ് പോലത്തുള്ള ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ന്യൂസുകളാണ്. അതിൻ്റെ കൂടെ രാത്രി 11:30 മണിക്ക് FOMC മെമ്പറിൻ്റെ സ്പീച്ചുമുണ്ട്. ഡോമാൻ്റെ സ്പീച്ചും നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകൾ കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളുടെ ജിയോ പൊളിറ്റിക്കലായിട്ട് നടക്കുന്നതും അതേപോലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വെച്ചിട്ടും എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ഗോൾഡിലോട്ട്
നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഗോൾഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇന്നലെ ഞാൻ ഗോൾഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, 4880 മുകളിലാണ് 11:30 മണിക്കുള്ള ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ കറക്റ്റായിട്ട് ആ ഒരു ക്യാൻഡിൽ 4888 അവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ 4850 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് തരികയും ചെയ്തു. ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത പല ആൾക്കാരും ഉണ്ട്. ഓക്കെ, സോ വളരെ നല്ല കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തതിനകത്ത്. ഓക്കെ, പല ആൾക്കാരും ബേസിക്കലി എന്താണ് എൻ്റെ വീഡിയോ കാണുന്നത് വൈകുന്നേരമാണ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് 4935 നിൽക്കുന്നു. ഞാൻ ഇന്നലെ തന്നെ മേജറായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, 4880 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമുക്ക് തീരുമാനമെടുത്ത് പോകാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നും നമുക്ക് ആക്ച്വലി രാവിലെ 7:30 മണിക്കുള്ള ക്യാൻഡിൽ ഇതാണ് രാവിലെ 7:30 മണിക്കുള്ള ക്യാൻഡിൽ 4880 മുകളിൽ 89 അവിടെയാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, വളരെ നല്ല ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ലോങ്ങർ ടേമിലോട്ട് ആ ഒരു സപ്പോർട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഫർദർ താഴോട്ട് പോകും കേട്ടോ. ഇത് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം ഇത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഇപ്പോഴും മാർക്കറ്റ് ബെയറിഷ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ദർ ആർ പോസിബിലിറ്റി ദാറ്റ് മാർക്കറ്റ് will be coming down because there are a lot of tensions which was going around the world. അതെല്ലാം ഈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു പ്രഷർ ഗോൾഡിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രഷർ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ എന്താണ് US ഡോളറിന് സ്ട്രെങ്തൻ ആവാനായിട്ടുള്ള US എന്നുള്ള പല ന്യൂസുകളും US ഡോളറിന് സ്ട്രെങ്തൻ ആവുന്നുണ്ട്. അത് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വോറുകളെല്ലാം ഈസ് ആവുന്നുണ്ട്. അത് ഗോൾഡിനെ അഫക്റ്റ് ചെയ്ത് ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺസിഡറേഷനോട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. എന്നും പറഞ്ഞ് നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇന്ന് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ 4935 നിൽക്കുന്നു. നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് വീണ്ടും നമുക്ക് 4880 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 4860 താഴെയായിട്ട് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 4930 4950 ആയിട്ട് 2 ലെവലിലായിട്ട് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ മറിച്ച് നമുക്ക് ഓൾമോസ്റ്റ് 4900 എന്താണ് നമുക്ക് 5000 റേഞ്ചിൽ 4995-96 റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടുന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് 5015 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 4950 നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 4950 അവിടെയും റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം അവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് സെല് ചെയ്യാം. ഇത് ഞാൻ മൂന്നാമത് പറഞ്ഞ കാര്യം എനിക്കും വലിയ ഉറപ്പില്ലാത്ത കാര്യമാണ്, പക്ഷേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. ഓക്കെ, സോ ഗോൾഡിൻ്റെ ഒരു ഫർദർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോൾഡ് വീണ്ടും ഡിപ്പായി പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് 4880 തന്നെയാണ്. ഓക്കെ, സോ 4880 ബ്രേക്ക് ആയാൽ 4800 ആയിരിക്കും പോകുന്നത്. അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, സോ വീണ്ടും അവിടെയും ബ്രേക്കായി പോയി കഴിഞ്ഞാൽ, സോ 4880 മേജർ സപ്പോർട്ട്. 4800 ഭയങ്കരമായൊരു സപ്പോർട്ടൊന്നുമല്ല. ഓക്കെ, സോ അതിനുശേഷം 4700 4650 സോ ഈ ലെവലിൽ പോയി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. കാരണം അത് ഈ ഫെബ്രുവരിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റാണ് 4700 4650 അല്ലേ. സോ അതിലെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ 4500 അവിടെ നിന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. വേറൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ വാറൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് സ്റ്റോറി, റൈറ്റ്. സോ 4500 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ലോങ്ങർ ടേമിലോട്ടുള്ള ഗോൾഡ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്.
ഓക്കെ. സോ ബേസിക്കലി ഈ ലെവൽസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഈ ലോങ്ങർ ടേമിലുള്ള എല്ലാ റേഞ്ചസിൽ നിന്നും നിങ്ങൾക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം. നല്ല രീതിയിലുള്ളൊരു വൈഡൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് GBP എന്ന് വന്നിട്ടുള്ളത്. 1.3557 നിൽക്കുന്നു മാർക്കറ്റ്. ഓക്കെ. സോ ബേസിക്കലി 1.3500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് 1.3500 1.3520 അവിടെ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. സ്റ്റോപ്പ് ലോസ് 1.3470 താഴെയായിട്ട് ടൈറ്റായിട്ട് വെക്കാം. ഇല്ല എന്നുള്ള ആൾക്കാർക്ക് 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് 1.3580 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ഇതാണ് എനിക്ക് GBPയിൽ ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഇന്ന് സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. GBP ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഞാൻ പറയുന്നതുള്ളൂ. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോ USDയിലോട്ട് വരുമ്പം യൂറോ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് 1.1844 നിൽക്കുന്നു. ഓക്കെ. സോ ബൈ എറ്റ് ഡിപ്പ് തന്നെയാണ് എനിക്ക് യൂറോ പറയാനായിട്ടുള്ളത്. 1.1800 അടുത്ത് വെച്ച് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1770 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലാത്ത പക്ഷം 1.1740 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1.1860 അവിടെ TPയും വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ. സോ നേരെ നമ്മളുടെ JPYയിലോട്ട് വരുമ്പോൾ JPY നമുക്ക് കഴിഞ്ഞ കുറച്ച് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നും എനിക്ക് പറയാനായിട്ടുള്ള 153.45 നിൽക്കുന്നു. 153.15 അവിടെ 153 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ബൈ 152.80 താഴെ ടൈറ്റായിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലെങ്കിൽ 152.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് 154.20 അല്ലെങ്കിൽ 154.80 അവിടെ അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് TPയും വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം നമ്മളുടെ USD JPY എന്ന് പറയുന്ന കറൻസി. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പല ആൾക്കാരും ബ്രോക്കർ നോക്കുന്നുണ്ടാവും. ഓക്കെ. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ ബേസിക്കലി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അവരുടെ റെഗുലേഷൻസ് തന്നെയാണ്. റെഗുലേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ CMAയുടെ റെഗുലേഷൻ ഉണ്ട്. UAE ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ മേജർ ആയിട്ടുള്ള 3 റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വലിയൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ സ്പോൺസർഷിപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ ഈ വട്ടത്തെ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. സ്റ്റാർ ട്രേഡറാണ് ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ. അതേപോലെ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളുടെ സ്റ്റാർ ട്രേഡർ. നിങ്ങൾ ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. NBA സ്പോൺസേഴ്സാണ്. ഓക്കെ. സോ അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടിട്ട് കമ്പനി വലുതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. സോ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നേരത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത്രയും വലിയ കമ്പനിയുടെ കൂടെ തന്നെ കമ്പനി കൊടുക്കുന്ന ഒരു പ്രൊമോഷനാണ്. ഓക്കെ. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് നമുക്ക് കമ്പനി തരുന്നത്. ഓക്കെ. സോ അതായത് $500 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $250 ഡെപ്പോസിറ്റ് ബോണസായിട്ട് കമ്പനി തരികയും ചെയ്യും. ഓക്കെ. ടോട്ടൽ നമുക്ക് 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ 500ൻ്റെ 50%, ടോട്ടൽ ബാക്കിയുള്ള 500ൻ്റെ 20%, $350 ബോണസായിട്ട് കിട്ടും. ഓക്കെ. സോ അത് വളരെ വലിയൊരു ബോണസാണ്. ആ ഒരു ബോണസ് നിങ്ങൾക്ക് USD JPY അതേപോലെ തന്നെ GBP USD പോലത്തുള്ള കറൻസി നിങ്ങൾക്ക് ലോങ്ങർ ടേമിലോട്ട് വാങ്ങിയിടാനായിട്ടുള്ള പോസിബിലിറ്റിയും കമ്പനി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. എന്നിട്ട് എൻ്റെ ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ. UAE ക്ലയൻസ് ആണെങ്കിൽ പ്രത്യേക ലിങ്കാണ് എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ. അതേപോലെ തന്നെ വാൻറ്റേജിൽ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാൻറ്റേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് എടുക്കണം കേട്ടോ. എന്നാലേ എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.